കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, കഴിഞ്ഞ കുറച്ച് സൈക്കിൾസിലായിട്ട് ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മുൻകാല ചോദ്യപേപ്പറുകളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശകലനം ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് പ്ലസ് എന്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും അല്ലെങ്കിൽ ഈ സൈക്കിളിലും അതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഇപ്പോൾ നമ്മളുടെ ഒരു 6ാമത്തെ സൈക്കിളാണ് ഇതിനോടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ചെയ്യുന്നത്. സോ അധികം താമസിയാതെ നമുക്ക് ഇന്നത്തെ പേപ്പർ ആയിട്ടുള്ള BCOS 186 പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് പാർട്ടിലോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് രാജു. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. സോ വൺസ് അഗൈൻ ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസിലോട്ട് നമുക്ക് പോവാം. BCOS 186 ആണ് ഇന്നത്തെ നമ്മളുടെ പേപ്പർ. BCOS 186 എന്ന് പറയുന്ന പേപ്പർ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന്റെ കോഡ് എന്ന് പറയുന്നത് BCOS 186 എന്നാണ്. കോഴ്സ് നെയിം എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. ഇത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ പറയട്ടെ, ഈ ഒരു BCOS 186 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നടത്തിയിരിക്കുന്നത് അതിന്റെ കഴിഞ്ഞ സൈക്കിൾസിൽ ടേം ആൻഡ് എക്സാമിനേഷന്റെ പേപ്പേഴ്സും പ്ലസ് അതിന്റെ അസൈൻമെന്റ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ PYQ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണ്, സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഏരിയാസുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെ ഹൈ പ്രോബിലിറ്റി അതായത് ഹൈ ചാൻസസ് ഉള്ള വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഹൈ പ്രൊഡിക്റ്റീവ് പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 2 പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റും കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ടൂൾ കിറ്റും ഇതിനോടൊപ്പം നമ്മൾ തരുന്നുണ്ട്. സോ നമുക്ക് അധികം താമസിയാതെ നമ്മളുടെ ഈ ഒരു അനാലിസിസ് പാർട്ടിലോട്ട് പോവാം. അപ്പോ നമ്മൾ ഇതിൽ കുറച്ച് പാത്തുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പാത്ത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് 3 days കൊണ്ട് എങ്ങനെ നമ്മുടെ BCOS 186 എന്ന് പറയുന്ന പേപ്പർ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. വളരെ സമയം കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് പോർഷൻസ് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 3 ദിവസമേ പെൻഡിങ് ഉള്ളൂ. ഇപ്പൊ ഡേ 1 നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ഹൈ ഈൽഡ് ആയിട്ടുള്ള യൂണിറ്റ്സുകൾ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 5, 6, 7, 8, 9, 11 and 12. അപ്പൊ ഈ ഏരിയാസുകൾ നിങ്ങൾ വേഗം ഡേ 1 കവർ ചെയ്തെടുക്കുക. ഇതിൽ നിന്നാണ് കൂടുതൽ തവണ 8 തവണ ഉള്ള 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കാന്ന് വെച്ചാൽ 6 തവണയോളം ഈ പറയുന്ന 5, 6, 7, 8, 9, 11, 12 എന്ന് പറയുന്ന യൂണിറ്റ്സുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ഒരു പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 weeks നിങ്ങളുടെ കയ്യിൽ ഒരു 3 ദിവസം ഉണ്ട് പഠിക്കാനായിട്ട്. 3 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അതൊക്കെ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് തയ്യാറെടുക്കാം. അപ്പൊ ഒരു വീക്ക് 1 അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റാർ വരുന്ന ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വീക്ക് 1 കവർ ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ 2 സ്റ്റാർ യൂണിറ്റ്സുകൾ കവർ ചെയ്യുക. അതായത് യൂണിറ്റ് 1, 2, 3, 4, 10, 30 ഇതെല്ലാം വീക്ക് 1 ഉള്ളിൽ കവർ ചെയ്യുക.
ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, SLM ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യുക. ഈ മൂന്നാമത്തെ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സെമസ്റ്റർ മാസ്റ്ററി. അവർക്ക് നല്ലപോലെ സമയമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു മാസം സമയം വരെ മുമ്പിലുണ്ടെങ്കിൽ 1 മുതൽ 14 വരെയുള്ള യൂണിറ്റ്സിന്റെ SLM നല്ലതുപോലെ വായിക്കുക, അതിന്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി എങ്ങനെയാണ് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് 100 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. 3 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാകുന്നത്. യൂഷ്വലി 8 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. 20 മാർക്ക് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസിലും ചോദ്യങ്ങൾ വരാറുള്ളത്. ക്വസ്റ്റ്യൻ 8 ഓൾവേസ് ഷോർട്ട് നോട്ട്സ്. ക്വസ്റ്റ്യൻ 8 അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ആയിരിക്കും. 2 എണ്ണം തന്നിട്ട് ഒരു 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിൽ 2 എണ്ണം നിങ്ങൾ എഴുതുക. അപ്പോൾ 10 ഈച്ച് വെച്ചിട്ടായിരിക്കും വരിക. ഇനി അടുത്തത്, മെനി ക്വസ്റ്റ്യൻസ് ഹാവ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി സ്പ്ലിറ്റ്സ് ഓഫ് 10+10 മാർക്ക്. അതായത് ചില ക്വസ്റ്റ്യൻസുകൾ 20 മാർക്കിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എ ബി എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ബൈയിങ് മോട്ടീവ്, സെയിൽസ് റിപ്പോർട്ട്സ് ഓർ മാനുവൽ, സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് എത്തിക്സ് ഇൻ സെല്ലിംഗ് അപ്പിയർ ഇൻ ഓൾമോസ്റ്റ് എവ്രി പേപ്പർ. അതായത് ബൈയിങ് മോട്ടീവ്സ് എന്തൊക്കെയാണ്, സെയിൽസ് റിപ്പോർട്ട്സ്, സെയിൽസ് മാനുവൽസ് എന്താണ്, സെയിൽസ് പ്രസന്റേഷൻ എന്താണ്, എത്തിക്സ് എന്തൊക്കെയാണ്, സെയിലിംഗിൽ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്, അത് ഓൾമോസ്റ്റ് എവ്രി പേപ്പറിലും ചോദിക്കാറുള്ള പാർട്ടുകളാണ്. ഇതൊരു കീ ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഇതിന്റെ എക്സാം പേപ്പറിൽ ഒരു ബ്ലൂ പ്രിന്റ് നോക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ അത് 22 ഔട്ട് ഓഫ് 100 22% ആണ് ബ്ലോക്ക് 1നുള്ള പ്രാധാന്യം. ബ്ലോക്ക് 2ന് 28% പ്രാധാന്യമുണ്ട്. ബ്ലോക്ക് 3ക്ക് 26% പ്രാധാന്യമുണ്ട്. ബ്ലോക്ക് 4ന് 24% പ്രാധാന്യമുണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം ഈക്വൽ തന്നെ. കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 2 ആണ്, അവിടെയാണ് ഈ ബൈയിങ് മോട്ടീവ്സിന്റെ ആ ഏരിയാസുകൾ വരുന്നത്. ഇനി നമുക്ക് ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പ് നമുക്ക് നോക്കാം. അപ്പോ 3 സ്റ്റാർ വരുന്ന ഏരിയാസുള്ള ഹൈ ഈൽഡ് ആണ്. 2 സ്റ്റാർ വരുന്നത് മീഡിയം ആണ്. ലോ ഫീൽഡ് ആണ് 1 സ്റ്റാർ വരുന്നത്. ഹൈ ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓൾമോസ്റ്റ് വരാറുള്ള ചോദ്യമാണ്. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയറൻസ് ഇല്ല, എല്ലാത്തിലും വരണമെന്നില്ല, പക്ഷെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. ലോ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കിന് നിങ്ങളുടെ സമയത്തിന്റെ ഏകദേശം 50% അതിന് കൊടുക്കുക, 30% മീഡിയം ഈൽഡിന് കൊടുക്കുക, 20% ലോ ഈൽഡിന് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാം ഓരോ യൂണിറ്റുകളുടെയും പ്രാധാന്യം എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 എന്ന് പറയുന്നത് മിഡിൽ ഈൽഡ് ആണ്. ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 7, യൂണിറ്റ് 7 ഹൈ ഈൽഡ് ആണ്. മനസ്സിലാക്കുക, ബ്ലോക്ക് 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8, യൂണിറ്റ് 9 ഹൈ ഈൽഡ് ആണ്. അപ്പൊ ആ 2 യൂണിറ്റ് നോക്കണം. ബ്ലോക്ക് 3 യൂണിറ്റ് 10 മിഡിൽ ഈൽഡ് ആണ്, മീഡിയം ഈൽഡ് ആണ്. ആൻഡ് ബ്ലോക്ക് 4ലെ യൂണിറ്റ് 11, യൂണിറ്റ് 12 ഹൈ ഈൽഡ് ആണ്. ബ്ലോക്ക് 4ലെ യൂണിറ്റ് 30 മീഡിയം ഈൽഡ് ആണ്. ബ്ലോക്ക് 4ലെ തന്നെ യൂണിറ്റ് 40 വളരെ ലോ ഫീൽഡ് ആണ്. അപ്പൊ അത് മാത്രമേ ലോ ഫീൽഡ് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഹൈ ആൻഡ് മീഡിയം ഈൽഡിലോട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ബേസിലൊരു ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ബ്ലോക്ക് 1ലെ ക്വസ്റ്റ്യൻസുകൾ എന്താണ്, 5 തവണ ബ്ലോക്ക് യൂണിറ്റ് 1ൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2, 4 അങ്ങനെ ആ ഇത് കൊടുത്തിരിക്കുകയാണ്. ഓരോ SLMലെ യൂണിറ്റ്സ് എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്ലോക്ക് 5ലും ബ്ലോക്ക് 11ലും ആണ്. 8 തവണ അതിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4ൽ നിന്ന് ആകെ ഒരു തവണയും ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇനി നമുക്ക് യൂണിറ്റ് 11ൽ നിന്നുള്ള ചോദ്യങ്ങൾ 8 തവണയാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 5ൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതായത് ബൈയിങ് മോട്ടീവ്സ്, സെയിൽസ് റിപ്പോർട്ട്സ് ആൻഡ് മാനുവൽസ്, അത് 8 തവണയാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 7 തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ള യൂണിറ്റ്സ് ആണ് എത്തിക്സ് ഇൻ സെല്ലിംഗ്, സെയിൽസ് പ്രസന്റേഷൻ, ബയ്യർ ബിഹേവിയർ. ഇനി ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നിരിക്കുകയാണ്. ഓരോ ബ്ലോക്കിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3, 4, 5 ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന
ബ്ലോക്ക് 1 ചോദ്യങ്ങൾ നോക്കാം. അതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആ 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ്, സെയിൽസ് പീപ്പിൾ വർക്ക് ഇൻ variety of selling situation. In light of this statement, describe the various types of selling situation with the suitable examples. ഇനി ബ്ലോക്ക് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ അത്ര നമുക്ക് ഹൈ പ്രോബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ ആ കൂടി നോക്കുക. എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻസ് വെർ വൺ ക്യാൻ യൂസ് പേഴ്സണൽ സെല്ലിംഗ്, ഡിസ്കസ് ദ പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് വിത്ത് എക്സാമ്പിൾസ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ ആപ്പ് നമ്മുടെ ലേണേഴ്സിലെ ലേണേഴ്സിന് അവൈലബിൾ ആയിരിക്കും. അല്ലാത്തവർക്ക് ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണത്. ലേണേഴ്സിലെ ലേണേഴ്സിൽ ഈ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റും അതേപോലെ തന്നെ ഒരു സ്കോറിംഗ് ഫ്രെയിം വർക്ക് ഉണ്ടാവും. എന്തൊക്കെ പോയിന്റുകൾ റീഡ് ചെയ്താലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഈ സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ്, 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. What do you mean by Salesforce management? Explain the process of Salesforce management with the help of examples. Explain the various methods of Salesforce compensation with examples. Also discuss the process and methods of Salesforce trading. Explain ഇനി അടുത്തതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് അല്ല, ബട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ബ്ലോക്കിൽ നിന്ന്. Explain various sources of recruitment of Salesforce in an organization. Discuss the selection process of Salesforce in an organization. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി തേർഡ് ബ്ലോക്ക് 3 ക്വസ്റ്റ്യൻ repeated ആണ്. What do you mean by personal selling? Elaborate the steps involved in sales process with examples. What is the difference between prospecting and qualifying? Explain the major methods of prospecting the sales process with examples. Explain the various techniques of objection handling with the help of examples. The salesmanship. What do you understand by salesmanship? Describes the role and quality of a modern salesman with the help of example. Most repeated ആണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, what do you understand by creative salesmanship? Discuss the functions and duties of salesman with the help of examples. The sales management എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ്. What is sales management? Discuss the importance and scope of sales management with the help of suitable example. Most repeated question. Discuss the sales management process with the help of examples. ഈ buyer behavior അതിലെ 2 ക്വസ്റ്റ്യൻസുകളും റിപ്പീറ്റഡ് ആണ്. Describes the various factors affecting buyer behavior with the help of suitable examples. അടുത്തത്, how is buyer different from consumer? Explain the importance of understanding the buyer behavior in sales process. ഈ ചോദ്യങ്ങളുടെ ഒക്കെ ബ്ലൂ പ്രിന്റ് അതേപോലെ തന്നെ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്ന ആഡ് ചെയ്യേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ ലേൺവൈസ് ലേണേഴ്സിന് അല്ലെങ്കിൽ ലേൺവൈസിലെ ആപ്പ് സ്വന്തമായിട്ടുള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലാത്തവർ ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസോളം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മോട്ടിവേഷൻ പേഴ്സണൽ സെല്ലിംഗ്. എക്സ്പ്ലെയിൻ മാസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ ഫോർ മോട്ടിവേറ്റിംഗ് ദ സെയിൽസ് പേഴ്സൺ വിത്ത് എക്സാമ്പിൾ. Explain the financial and non-financial techniques available for motivating salesperson with the examples. The sales presentation and demonstration എന്ന് പറയുന്നതിൽ നിന്ന് discuss various sales presentation and demonstration technique along with the strategies used to achieve sales objective. Explain various type of prospect categories and respective strategies to deal with them. The report and documents in sales area നിന്ന് what do you understand by sales report? Discuss the objective and salient features and types of sales related report. അടുത്തത്, what is sales manual? Describe the benefit and content of preparing sales manual with the examples. ഈ by motive എന്ന് പറയുന്ന
what do you understand by buying motives? Explain the application type of buying motives in personal selling with the help of example. Most repeated question ആണ്. ഇനി പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് അടങ്ങിയിട്ടുള്ള 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോർമലി നമ്മൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുള്ളൂ. ടു ഫുൾ മോക്ക് പേപ്പേഴ്സ് ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. വർക്ക് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ ലൈൻ വൈസിൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ പ്രാക്ടീസ് സെറ്റ് ആയാല് ഇതേപോലെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത് ഹൈ പ്രോബിലിറ്റി ഏരിയ വെച്ചിട്ട്. ഈ പ്രാക്ടീസ് സെറ്റ് ബി തന്നിട്ടുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ 8 ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളതാണ്. എല്ലാ ആൻസർ എഴുതുമ്പോഴും നേരിട്ട് ആൻസർ നോട്ട് ജമ്പ് ചെയ്യാതെ ഒരു ഇൻട്രോ പാർട്ട് കൊടുക്കുക, 2-3 സെന്റൻസ്, പിന്നെ ബോഡിയിലോട്ട് പോവുക, മെയിൻ ആൻസർ ഭാഗത്തിലോട്ട് പോവുക, പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഒരു 20 മാർക്സിന്റെ ഒക്കെ ആണെങ്കിൽ 500 മുതൽ 600 വരെ വെച്ച് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ തിയറി ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളോട് നിങ്ങൾ ഡിഫൈൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്യുക. ആരാണ്, എപ്പോഴാണ്, എന്താണ്, മൂവ് ആൻഡ് വോട്ട്, അത് മൂന്നിനും ആൻസർ ചെയ്യുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു ആസ്പെക്ടിന് എല്ലാ കോമ്പോണൻസിനെ കുറിച്ചും സ്റ്റേജസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. എവിടേക്കാണ് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത് അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും അതിനെ കുറിച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിനെതിരെ ക്രിട്ടിസൈസോ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ കറന്റ് സിനാരിയോ മോഡേൺ പ്രാക്ടീസിൽ എവിടേക്കാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന ഈ തിയറിയുടെ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഡിസ്കസ് ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറയാണ്. ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടുള്ളതല്ല, അതിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതാണ് നല്ലത് എന്ന് നമ്മൾ പറയുന്നത്. ഡിസ്കഷനെ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ നിങ്ങളോട് തീരുമാനിക്കാൻ പറഞ്ഞില്ല, ഒപ്പീനിയൻ പറയാൻ പറഞ്ഞില്ല, ഡിസ്കഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വളരെ ഡെപ്തില് വളരെ ക്ലാരിറ്റിയോട് കൂട്ടിയിട്ട് കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു എക്സ്ട്രീം പൊസിഷനിലോട്ട് പോകരുത്. നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കരുത്. ഡിസ്കസ് ചെയ്യാനേ പറയുന്നുള്ളൂ, അവിടെ നിങ്ങളോട് നിങ്ങളുടെ സ്റ്റാൻഡ് പറയാനായിട്ട് പറയുന്നില്ല. ഇനി ടൈം മാനേജ്മെന്റ് നോക്കാം. ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസോട് നല്ല രീതിയിൽ വായിക്കാനായിട്ട് ഉപയോഗിക്കുക. പിന്നീടുള്ള 30 മിനിറ്റ് ഓരോ ക്വസ്റ്റ്യൻസോടും എഴുതുക. ഓരോ 30 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസോടും എഴുതാനായിട്ട് 30 മിനിറ്റ് മാറ്റി വയ്ക്കുക. വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസോടും റിവ്യൂ ചെയ്യാനായിട്ട് വേണ്ടി വയ്ക്കുക. ലാസ്റ്റ് 15 മിനിറ്റ്സ് എല്ലാ ക്വസ്റ്റ്യൻസോടും വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കുക, റീറൈറ്റ് ചെയ്യണമെങ്കിൽ നോക്കുക. അപ്പോ നേരത്തെ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫുള്ളി ഇപ്പൊ ഈ കൊടുത്തിട്ടുള്ള പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് ബിയുടെ ഫുള്ളി വർക്ക് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, ഈ PVQ അനാലിസിന്റെ കൂടെ. അതുപോലെ തന്നെ തൊട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സിന്റെ പ്രിന്റുകൾ അവൈലബിൾ ആയിരിക്കും. ബട്ട് നമ്മുടെ ലാംഗ്വേജില് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ആപ്പ് സ്വന്തമാക്കിയവർക്ക് മാത്രമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ഇപ്പോ നിങ്ങൾ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യണം, ഇതേപോലെ പ്രാക്ടീസ് ടെസ്റ്റുകളുടെ ആൻസേഴ്സ് കിട്ടിയാൽ ഒത്തിരി നന്നായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ താഴെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് നമുക്ക് ഫോളോ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. 7592939616 അതാണ് നമ്പർ വരുന്നത്. അതിലോട്ട് ഡയൽ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോ എനിക്ക് ഈ പ്രാക്ടീസ് സെറ്റ് ബിയുടെ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ്, അതേപോലെ തന്നെ ഈ കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് വിത്ത് ആൻസർ ബ്ലൂ പ്രിന്റോട് കൂടി കിട്ടും. അതിനോടൊപ്പം തന്നെ മോണ്ടേഴ്സിന്റെ ഇവിടെ ഓരോ ലേണേഴ്സിനെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കും. മെന്ററിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ഗൈഡൻസ് കിട്ടും, എങ്ങനെയാണ് ആൻസർ പ്രസന്റേഷൻ വേണ്ടത് എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ ആക്സസ് ടു അഡീഷണൽ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ബാങ്ക്. ഇത് കൂടാതെ അഡീഷണലി വരുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകൾ, ഹൈ പ്രോബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസുകൾ വീണ്ടും കുട്ടികൾക്ക് നമ്മൾ ഇവിടുത്തെ ലേണേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ വാട്ട് ഡു യു അൺലോക്ക് ഇൻസൈഡ് ലേൺവൈസ്? വൺസ് നിങ്ങളോട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലേൺവൈസ് ആപ്പിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക? പ്രാക്ടീസ് സെറ്റ് ബിയുടെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള ആൻസേഴ്സ്, PYQ ബുക്ക്ലെറ്റ് പ്ലസ് ബ്ലൂ പ്രിന്റ് ഓഫ്
ഓൾറെഡി എവറി ക്വസ്റ്റ്യൻ എന്റെ പിന്നെ ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പാക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് വരും. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ ഭാഗത്ത് കിട്ടും. മെന്ററിന്റെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലാംഗ്വേജില് ഇതിനെ ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അതിലോട്ടൊക്കെ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ലാംഗ്വേജിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് 7592939616 എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ പേയ്മെന്റ് എക്സാമിനേഷൻ. ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞില്ല ആ നമ്പറിലോട്ട് വിളിക്കുക. ഈ വൈക്യുവ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും, തീർച്ചയായും ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ എങ്കിൽ ഇതിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. മാക്സിമം റിസൾട്ട് കവർ ചെയ്യാനും മാക്സിമം പോർഷൻസ് കവർ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ വൺസ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ ടേമിന്റെ എക്സാമിനേഷനിലെ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വന്നിട്ട് നോക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നിട്ടെങ്കിൽ ആ ഹാപ്പിനെസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്യാം. സോ ഇതുപോലെയുള്ള ഒരുപാട് അപ്ഡേറ്റ്സുകൾ ലാംഗ്വേജിന്റെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ്സ് ലാംഗ്വേജിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതൊക്കെ ഒരു മുടക്കവും കൂടാതെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ലാംഗ്വേജിന്റെ യൂട്യൂബ് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവിധ നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനത്തിന് സഹായകരമായിട്ടുള്ള ഒരുപാട് റിസോഴ്സസോളം നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ താങ്ക് യു ദ ലേണേഴ്സ് who have listened to my previous year question paper analysis. And once again, I am wishing the learners, those who are going to appear for their VCOS 186 examination. So thank you so much. All the very best. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.